കുടുംബജീവിതം വിശദീകരിക്കുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണ്. ഒരു പ്രവാസിയുടെ കഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികൾ ജീവിത മഈഷത്തും തേടി അറബിക്കടൽ കടന്ന് അക്കരെ ജോലി ചെയ്യുമ്പോൾ അവർ തണുപ്പ് നോക്കാറില്ല, അവർ ചൂട് നോക്കാറില്ല, ഉറക്ക് നോക്കാറില്ല, രോഗം ശ്രദ്ധിക്കാറില്ല. എല്ലാം മറന്ന് നല്ല ചുട്ടാറ് വെയിലത്ത് പണിയെടുത്ത് കഷ്ടപ്പെട്ട് സ്വരൂപിക്കുന്ന പണം ആർക്കു വേണ്ടി? സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. അങ്ങനെയുള്ളൊരു അനുഭവം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. അനിയൻ വന്നിട്ട് എന്നോട് പറയുകയാണ്, ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്ന ഭാഗത്തേക്ക് ഞാൻ പോയി. ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു, 3 കൊല്ലമായില്ലേ വന്നിട്ട്, ഒന്ന് നിർത്തിയിട്ട് നാട്ടിലേക്കൊന്ന് പോവണം. നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഭാര്യ വിളിക്കുന്നുണ്ട്, മക്കള് വിളിക്കുന്നുണ്ട്, പ്രായമായ നിന്റെ ഉമ്മ വിളിക്കുന്നുണ്ട്, ഉപ്പ വിളിക്കുന്നുണ്ട്. നാട്ടിലേക്കൊന്ന് പോവണമെന്ന് പറയുമ്പോൾ ആ ജ്യേഷ്ഠൻ ഉസ്താദ് എന്നോട് പറയുകയാണ്, 2 മാസം കഴിഞ്ഞിട്ട് പോവാം. 4 പവനുള്ള പണമായിട്ടേ ഉള്ളൂ. 5-മത്തൊരു പവനുള്ള പണമായിട്ട് എൻ്റെ മകളെ കെട്ടിക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. സഹായിക്കാൻ കഴിയാത്ത അനിയനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. എന്താണ് ജോലി? കഫ്തീരിയയിലാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി, അത് കഴിഞ്ഞ് രാത്രിയിലും ജോലി. എപ്പോഴാ ഉറക്ക്? 2 മണിക്ക്. എപ്പോഴാ ഉണരുക? 4:30 മണിക്ക്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ജോലി ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട മോളെ, നിനക്ക് വേണ്ടിയിട്ടാണ്. നീ നല്ല ഡ്രസ്സ് എടുക്കുമ്പോ, നീ നല്ല വസ്ത്രങ്ങൾ അണിയുമ്പോ, നീ നല്ല ബുക്കുകൾ വാങ്ങുമ്പോ, നീ കണ്ണടയിൽ നോക്കിയിട്ട് നിന്റെ ശരീരത്തിൽ പുരട്ടുന്ന സൗന്ദര്യ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ആ പാവം മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്, ആ സാധു മരുഭൂമിയിൽ കഷ്ടപ്പെടുകയാണ്. മോനെ, നിനക്ക് വേണ്ടിയിട്ടാണ്. നീ നല്ല ബൈക്കിൽ സഞ്ചരിക്കുമ്പോ, നീ ഫോണിൽ വിളിക്കുമ്പോ, ഇതാരാ വാങ്ങിത്തന്നെന്ന് ചോദിക്കുമ്പോ, പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വന്തം ശരീരത്തിലെ ഷുഗർ മറന്ന്, പ്രഷർ മറന്ന്, കൊളസ്ട്രോൾ മറന്ന്, കാലിൻ്റെ യൂറിക് ആസിഡ് വേദന മറന്ന് കഷ്ടപ്പെടുകയാണൊരു പ്രവാസി സാധു ഉപ്പ. ഇയാളോട് പറയുമ്പോൾ ഇയാൾ പറയുന്നത്, മാസങ്ങൾ കഴിഞ്ഞാലേ 5 പവനുള്ള പണം എനിക്ക് സ്വരൂപിക്കാൻ കഴിയൂ. ജ്യേഷ്ഠനോട് നിർബന്ധിച്ചു, പക്ഷേ ജ്യേഷ്ഠൻ പോവാൻ കൂട്ടാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ സാധു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 3 കൊല്ലമായി നാട് കണ്ടിട്ട്, 3 കൊല്ലമായി ഭാര്യയുടെ മുമ്പിലേക്ക് വന്നിട്ട്, ആ പ്രായമായി 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മയെ കണ്ടിട്ട്, വളർത്തിയ ഉപ്പയെ കണ്ടിട്ട് 3 കൊല്ലമായി. മക്കളെ കണ്ടിട്ട് 3 കൊല്ലമായി. വരാനിരിക്കുകയാണ് 2 മാസം കഴിഞ്ഞാൽ. ആ 2 മാസം നീണ്ടുപോകുന്നത് സ്വർണത്തിന് പണം കൂട്ടാനാണ്. അല്ലാഹ്, ആ മനുഷ്യനതാ 1 മാസം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അനിയൻ്റെ ഫോണിലേക്കൊരു ഫോൺ വരുന്നു. ജ്യേഷ്ഠനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഉമ്മാ, പെങ്ങളെ, ചിന്തിക്കണേ. അനിയൻ ഓടി ചെന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറുമ്പോൾ സംസാരമില്ല. ജ്യേഷ്ഠനിക്ക് ഒരു ഭാഗം തളർന്നു പോയിരിക്കുന്നു. അല്ലാ, 2 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനിരിക്കുന്ന ജ്യേഷ്ഠനെ കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. സംസാരം നിലച്ച ജ്യേഷ്ഠനാണ്, ബോധമില്ലാത്ത ജ്യേഷ്ഠനാണ്. ഒരു ഭാഗമാകെ തളർന്നു പോയ ജ്യേഷ്ഠനെ കണ്ടിട്ട് അനിയൻ ബോധം കെട്ട് വീണുപോയി. ജ്യേഷ്ഠൻ മുണ്ടുന്നില്ല. ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ
ലക്ഷങ്ങളാ അവിടെ ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ. ജ്യേഷ്ഠന്റെ കഥകൾ അനിയൻ എന്നോട് പറയുകയാണ്, കണ്ണൊലിച്ചു പറയുകയാണ്. ഉസ്താദേ, ഇൻഷൂറില്ല, ഒരുപാട് പണം വന്നു. അവസാനം കഫീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പണം ഞങ്ങൾ കൊടുത്തു. ഏതായാലും പണമല്ലല്ലോ, ഇവന്റെ ജീവനാ ഞങ്ങൾക്ക് വേണ്ടത്. നാട്ടിലേക്ക് എത്തിക്കാൻ പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്, വെന്റിലേറ്ററിൽ കിടക്കുന്ന മനുഷ്യൻ ദിവസങ്ങളങ്ങ് കഴിഞ്ഞപ്പോൾ ലോകത്തോടങ്ങ് വിട പറയുന്നു. മയ്യത്താ നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ആർക്ക് വേണ്ടിയിട്ടാ മനുഷ്യന് മരണപ്പെട്ടു പോയത്? ആർക്ക് വേണ്ടിയിട്ടാ 3 കൊല്ലം ജീവിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാ മനുഷ്യന്റെ ശരീരത്തിൽ രോഗങ്ങൾ കയറ്റിക്കൂട്ടിയത്? ആർക്ക് വേണ്ടിയിട്ടാ ഓരോരോ രാത്രി മുറക്കൊടിച്ചത്? ആർക്ക് വേണ്ടിയിട്ടാ അവൻ ജീവിച്ചു പോയത്? സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രവാസികളായ ഭർത്താക്കന്മാർ, എൻ്റെ പ്രവാസികളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഉമ്മ നമുക്ക് വേണ്ടിയിട്ടാ കഷ്ടപ്പെടുന്നത്, മോളെ നമുക്ക് വേണ്ടിയിട്ടാ കഷ്ടപ്പെടുന്നത്. പെരുന്നാൾക്ക് വസ്ത്രം അയൽവാസി എടുക്കുമ്പോ എൻ്റെ മകൾക്കും വേണം. ചെറിയ മക്കൾ സൈക്കിൾ ആവശ്യപ്പെടുമ്പോ എൻ്റെ മകനുക്കും സൈക്കിൾ വേണം. എൻ്റെ മകളും ഉഷാറുള്ള കോളേജിൽ പഠിക്കണം, എൻ്റെ മകൻ പഠിക്കണം ഡോക്ടറായിട്ട്, അവൻ +1 പഠിക്കണം, +2 പഠിക്കണം, വലിയ ആളാവണം. ഒരുപാട് സ്വപ്നങ്ങളല്ലേ നമ്മുടെ ഉപ്പാക്കുള്ളത്, നമ്മളെ ഉമ്മാക്കുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എൻ്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന മക്കളെ, നമ്മളിങ്ങനെ വളർന്നിട്ട് പണത്തിൻ്റെ പളവളപ്പിൽ ആ പർദീസയിൽ നമ്മളിങ്ങനെ വിരാജിക്കുമ്പോൾ മറന്നു പോവല്ല, ഒരു ഉപ്പയെ മറന്നു പോവല്ല. 4 ആളുകൾ കൂടിയിട്ട് മഴക്കുമരുന്നിൻ്റെ അടിവകളായി, മഴക്കുമരുന്നിൻ്റെ ആളുകളായി മാറിയത്. ഉപ്പാക്ക് ഫോട്ടോ വിട്ടുകൊടുക്കുമ്പോ നാട്ടുകാർ വിളിച്ചു പറയുമ്പോ പൊട്ടിക്കരയുന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ്റെ കരച്ചിൽ നമ്മൾ കേൾക്കാറില്ല, ആ മനുഷ്യൻ്റെ സങ്കടം നമ്മൾ അറിയാറില്ല. എത്രമേൽ കൊതിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ച ഉപ്പ പൊട്ടിക്കരയുകയാണ്. മക്കൾ കേടുവരുമ്പോ, മക്കൾ വേണ്ടാത്തതിലേക്ക് പോകുമ്പോ, +1 പഠിക്കുന്ന മക്കളെ, +2 പഠിക്കുന്ന മക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളെ, ലഹരിയുമായി നമ്മൾ മുന്നോട്ട് പോവല്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ട് പിടിക്കപ്പെടുമ്പോ ചെറിയ മക്കളല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് ലഹരിയുടെ ആളുകളായി മാറുമ്പോൾ, ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, ഒന്ന് സൂക്ഷിക്കണേ. ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? അത് മാറ്റാൻ പ്രയാസമാണ്. ചെറുപ്പത്തിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ട് കണ്ടാൽ എന്താണ് എൻ്റെ കുട്ടി ഫോണിൽ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ, ആ കുട്ടിയുടെ ബാഗൊന്ന് പരിശോധിക്കാൻ, ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ മുറകളൊന്ന് പരിശോധിക്കാൻ ഉമ്മ പെങ്ങളെ തയ്യാറാവണേ. ബാപ്പ പാവം ഗൾഫിലാണ്, നാട്ടിലേക്ക് വരുന്നത് 6 മാസത്തിനാണ്, 2 മാസത്തിനാണ്. ആ മക്കളെ കരയിപ്പിക്കാൻ, ആ മക്കളെ കുറ്റപ്പെടുത്താൻ, ആ മക്കളെ ഉപദേശിക്കാൻ, ആ മക്കളെ അടിക്കാൻ ഒരു ബാപ്പ തയ്യാറാവാത്തത്? പടച്ചോനെ, ആകെ കിട്ടുന്നത് 2 മാസമാണ്, ആകെ കിട്ടുന്നത് 3 മാസമാണ്. എൻ്റെ മകനെ വേദനിപ്പിക്കാൻ എനിക്ക് പ്രയാസമാണ്, എൻ്റെ മകളെ വേദനിപ്പിക്കാൻ എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞിട്ട് കവളത്തുമ്മ വച്ചിട്ട് പ്രവാസ ലോകത്തേക്ക് ജീവിതമായിഷത്തും തേടി പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സങ്കടങ്ങളുണ്ട് ആ ബാപ്പാക്ക്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ ബാപ്പാക്ക്. ആ ബാപ്പാനെ മറന്നു പോവല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിത മഈഷത്ത് തേടി അറബിക്കടൽ കടന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഒരുപാട് പ്രവാസികൾ, ഞങ്ങളെ ദർസിനെ സഹായിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്, ഞാനുമായി നല്ല ബന്ധമുള്ള ഒരുപാട് പ്രവാസികളുണ്ട്.
അള്ളാഹുവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് പ്രവാസികൾ ഉസ്താദെ തനാസുൽ മാറി കിട്ടിയിട്ടില്ല, ഇഖാമ ശരിയായിട്ടില്ല, അതുപോലെ ജോലിയിൽ ഒരു ബർക്കത്തില്ല, സ്ഥാപനമുണ്ട് അത് മുന്നോട്ട് പോകുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അല്ലാഹ് പടച്ച റബ്ബേ, മഹത്തുക്കളെ ആലിമീങ്ങളെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണം. അല്ലാഹ് എൻ്റെ പ്രവാസികളെ കാക്കണം റഹ്മാനെ. അവർ അവിടുന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൻ്റെ ആ വിയർപ്പിൻ്റെ മധുരമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് കോളേജുകൾ, ഒരുപാട് ദർസുകൾ, ഒരുപാട് മഹത്വമേറിയ പള്ളികൾ, ഒരുപാട് മദ്രസകൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് ആംബുലൻസുകൾ, ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ സാധനങ്ങൾ, ഡയാലിസിസ് മെഷീൻ അടക്കം, ഇങ്ങനെ ഒരുപാട് പ്രവാസികൾ അവിടുന്ന് കഷ്ടപ്പെടുമ്പോൾ KMCC പ്രവർത്തകർ ഒരു പറ്റം ആളുകൾ എല്ലാറ്റിനു വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ഒരുപാട് പ്രവാസികളുടെ മയ്യത്ത് നാട്ടിലേക്ക് വരുമ്പോൾ അവരൊക്കെ പ്രവാസ ലോകത്ത് ജീവിച്ചത് എന്തിനാ? നമുക്കൊരു വീടുണ്ടാവാൻ, നമ്മളെ വീട് മുകളിലേക്കൊന്നെടുക്കാൻ, മോളെ കെട്ടിക്കാൻ, മകൻ ഡോക്ടറാവാൻ, മകനുക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ. ആ പാവം സാധു നാട്ടിൽ കുടുംബവും ഭാര്യയും ഒത്തു ജീവിക്കണമെന്ന് കരുതി ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോ 2 മാസം ഇവിടെ ജീവിക്കുമ്പോൾ തോന്നുക കയ്യിൽ പണമില്ല, ആരോട് ചോദിക്കാൻ? വെള്ളയും ധരിച്ചിട്ടുണ്ട്, പുറത്തിറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ കൈ നീട്ടിയിട്ട് യാചിക്കുമ്പോൾ അവനക്ക് പോലും കൊടുക്കാൻ പണമില്ലാതെ, വീട്ടിലേക്ക് ഇറച്ചു വാങ്ങാൻ പണമില്ലാതെ, ഇനി ഞാൻ പ്രവാസ ലോകത്തേക്ക്, പിന്നെ ആ പോക്ക് മരണമാണ്. ഇങ്ങനെയല്ലേ നമ്മൾ ഒരുപാട് പ്രവാസികളെ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടു കൂടെ പറയുന്നു, നമ്മൾ ഒരുപാട് ഇറക്കി വെക്കും അവരുടെ മുമ്പിൽ. എപ്പോൾ ഫോൺ ചെയ്താലും നമ്മൾ ബിസിയാണ്, എപ്പോൾ ഫോൺ ചെയ്താലും നമുക്ക് തിരക്കാണ്, അടുക്കളയിലാണ്, കുട്ടികൾ സ്കൂളിൽ പറഞ്ഞേക്കാണ്, ഞാൻ സ്കൂളിലാണ്, ഓഫീസിലാണ്, ജോലിയിലാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോൺ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അവരോട് നമ്മൾ സംസാരിക്കണം, ഒരുപാട് നേരം സംസാരിക്കണം. എന്താപ്പോ, പിന്നെന്താപ്പോ എന്നല്ല, അവരോട് ഒരുപാട് സംസാരിച്ചിരുന്നാൽ അവരുടെ ഒരുപാട് സങ്കടങ്ങൾ തീരും, ഒരുപാട് പ്രയാസങ്ങൾ തീരും. നമുക്ക് വേണ്ടിയിട്ട് സങ്കടങ്ങൾ പറയാതെ മനസ്സിൻ്റെ ഉള്ളിൽ അടക്കി പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന ഒരു പ്രവാസിയാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് വേണ്ടി ജീവിക്കുക. നാട്ടിലേക്ക് വരുമ്പോൾ വയ്യ, സുഖമില്ല. ഭാര്യ പറയാണ്, എത്ര കാലമായി നിങ്ങൾക്ക് ഈ സുഖക്കേട് തുടങ്ങിയിട്ട്? എന്തിനു വേണ്ടിയിട്ട് ആ പാവം രോഗിയായി? എന്തിനു വേണ്ടിയിട്ട് ഷുഗർ വന്നു? നമുക്ക് വേണ്ടിയിട്ട്. നമ്മളുടെ കാതിൽ സ്വർണം അണിയാൻ, നമ്മുടെ കഴുത്തിൽ സ്വർണം അണിയാൻ, ഒരു ചോരാത്ത വീടിന് വേണ്ടി എല്ലാവരും കാറെടുത്തു, നമ്മളും കാറെടുക്കണമെന്ന ആ വലിയ സ്നേഹത്തിനു വേണ്ടി, ആഗ്രഹത്തിനു വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാസികൾ എപ്പോഴും നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി മരിക്കുന്നവരുമാണ്. അതുകൊണ്ട് അവരുടെ സ്നേഹത്തിലും അവരുടെ ദുഃഖത്തിലും അണിചേർന്നുകൊണ്ട് പരസ്പരം മനസ്സിരുത്തിയിട്ട് മനപ്പൊരുത്തത്തോടുകൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.